നല്ല സ്ത്രീത്വം തുളുമ്പുന്ന ഒരു പരസ്യമായിരുന്നു. മോഹൻലാൽ അവിടെ കാരവാനിൽ അത് ധരിച്ച് അതിന്റെ ഭംഗി ആസ്വദിക്കുന്നു. ഒരു സ്ത്രീക്ക് അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഒരു പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള ആ ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ആ വാക്ക് പോലെ തന്നെ അദ്ദേഹം കൃത്യമായി അത് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നൊരു വാക്ക് ഇത്രത്തോളം ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാൽ അങ്ങനെ കാണിച്ചതുകൊണ്ടാണ്. അവരുടെയൊക്കെ വാ അടുപ്പിച്ചുകൊണ്ടാണ് ഈ മോഹൻലാലിന്റെ ഇപ്പൊ ഇറങ്ങിയ ഒരു പരസ്യം വന്നിട്ടുള്ളത്. മോഹൻലാൽ അത് ധരിച്ചുകൊണ്ട് ആ ഒരു നൃത്ത ചുവടുകൾ വെക്കുന്ന സമയത്ത് മോഹൻലാലിന്റെ പുതിയ പരസ്യം കണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു മോഹൻലാല്? നല്ല സ്ത്രീത്വം തുളുമ്പുന്ന ഒരു പരസ്യമായിരുന്നു. ഇത് മോഹൻലാലിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ തോന്നുന്നു ഇതുകൊണ്ട് സ്ത്രീ വേഷങ്ങൾ അഭിനയിക്കാൻ, അല്ലെങ്കിൽ രീതിയിൽ മോഹൻലാലിനെ കൊണ്ട് മാത്രം പറ്റുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മനോജ് കെ ജയനെ പോലെയുള്ളവരെ കൊണ്ടൊക്കെ സാധിക്കും. പക്ഷെ എന്നാലും മോഹൻലാലിന്റെ അത്രയും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഈ ഒരു പരസ്യം കണ്ടാൽ അറിയാം, മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാത്രത്തോളം പുരുഷത്വം നിറഞ്ഞൊരു വ്യക്തി. ആറാം തമ്പുരാൻ പോലത്തെ സിനിമകൾ, നരസിംഹം പോലുള്ള സിനിമകൾ, അദ്ദേഹം അഭിനയിച്ച സിനിമകൾ എല്ലായിടത്തും നോക്കിയാൽ നമുക്കറിയാം വളരെ പുരുഷത്വം തുളുമ്പി നിൽക്കുന്ന ഒരു താരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എത്രത്തോളം പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? അത് നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ബൈസെക്ഷൽ, ഈ സെക്ഷുവാലിറ്റിയെ തന്നെ ഇപ്പോഴും രണ്ട് രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും തന്നെയും ആണായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പെണ്ണായിട്ട് ജനിക്കുന്ന ഒരു വ്യക്തി മരണം വരെ അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ ഒരു പരസ്യത്തിന് നെഗറ്റീവ് പറയുന്നവരിൽ ഭൂരിഭാഗം ആളുകൾ. അല്ല, അത് തന്നെയല്ലേ പ്രകൃതിദത്തമായിട്ട് അങ്ങനെ തന്നെയല്ലേ? അല്ല, അതൊക്കെ ഓരോ വ്യക്തികളുടെയും ഹോർമോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഈ മോഹൻലാൽ ഇങ്ങനെ അഭിനയിക്കുന്നത്, മോഹൻലാൽ എന്നല്ല ഏതൊരു വ്യക്തി എടുത്താലും സാധാരണ ഇപ്പം ഇതൊരു പരസ്യമാണ്, അതല്ല ജീവിതത്തിൽ വന്നാലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഉണ്ടാവും. അപ്പൊ നമ്മുടെയൊക്കെ തന്നെ ഇപ്പൊ എന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ചേട്ടന്റെ ആണെങ്കിലും ഒക്കെ ഒരു മൊമെന്റിൽ സ്ത്രീ ആയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഈ പരസ്യത്തിൽ നമ്മൾ കണ്ടത്. അതുവരെ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ വന്നൊരു വ്യക്തിയായിട്ട് മോഹൻലാൽ സ്വാഭാവികമായിട്ടും ആ ഒരു ഓർണമെന്റ്സ് അണിയാൻ ഇരിക്കുന്നത് മോഡലാണ്. ആ ഒരു സമയത്താണ് ഈ ഓർണമെന്റ്സ് കാണാതാകുന്നതും അത് അവിടെ വെച്ച് ഉപയോഗിക്കാനായിട്ട് മോഹൻലാലിനുള്ള ആ ഒരു പുരുഷത്വത്തിൽ അടിയേൽക്കുമെന്നുള്ളൊരു ബോധം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് കാരവാനിലേക്ക് പോകുന്നത്. മോഹൻലാൽ അവിടെ കാരവാനിൽ അത് ധരിച്ച് അതിന്റെ ഭംഗി ആസ്വദിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണും വിരലും എല്ലാം അത്രത്തോളം അഭിനയത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. എത്രത്തോളം ഭംഗിയായിട്ടാണ് ആ ഒരു ആഭരണങ്ങൾ ധരിച്ച് ഒരു സ്ത്രീക്ക് അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് എത്രത്തോളം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തു എന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. കാരണം സമൂഹ മാധ്യമങ്ങൾ ഓൾറെഡി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഉണ്ട്, പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂകളും അതിന് അടിയിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കേരളത്തിലെ ആളുകളുടെ മനസാക്ഷിയില് ആണ് പെണ്ണ് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ജെൻഡർ ഇല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് അവർക്ക് ഉൾക്കൊള്ളാനും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. മോഹൻലാലിനെ പോലൊരു കംപ്ലീറ്റ് ആക്ടർ, അദ്ദേഹത്തിന്റെ പേരിനോട് തന്നെ ഇപ്പം മമ്മൂട്ടി ആണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്ന പോലെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ആ ഒരു പട്ടം തന്നെയാണ് മോഹൻലാലിന് ചാർത്തി കൊടുക്കുന്നത്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരാള്, ഒരു ജെൻഡർ ബേസിൽ ഒരാൾ എങ്ങനെയാണ്, ഒരു പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള ആ ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ആ വാക്ക് പോലെ തന്നെ അദ്ദേഹം കൃത്യമായി അത് അഭിനയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പരസ്യം വന്ന സമയത്ത്, ഈ പരസ്യം ഇറങ്ങിയതിനു ശേഷം ഇപ്പൊ 24 മണിക്കൂർ തികയുന്നതേ ഉള്ളൂ ആ ഒരു പരസ്യം ഇറങ്ങിയിട്ട്. ഈ ഒരു ടൈമിൽ ഈ ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് ഇത്രത്തോളം ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാൽ അങ്ങനെ കാണിച്ചതുകൊണ്ടാണ്. അതെ, കാരണം കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള മോഹൻലാല് അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തന്നെ പല നടന്മാർക്കും മടിയാണ്. ഇപ്പൊ നമ്മളറിയാം, മനോജ് കെയൊക്കെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഈ സ്ത്രീ രൂപത്തിൽ അഭിനയിക്കാൻ പല നടന്മാർക്കും മടിയാണ്. അത് ആ രീതിയിലേക്ക് കഴിയുകയുമില്ല. പക്ഷെ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ആ ഒരു ശൈലിയിലേക്ക് ഇറങ്ങി വന്നു. ഈ ഒരു പരസ്യം കണ്ടാലും നമുക്കറിയാം, ഇപ്പൊ മനോജ് കെ ജയൻ അല്ലെങ്കിൽ വിനീത് അങ്ങനെയുള്ള ആളുകൾ സ്ത്രീവേഷം ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ സ്ത്രീകളെ പോലെ ആക്കിയിട്ടൊക്കെ ആയിരിക്കും ഭൂരിഭാഗവും അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പുരുഷവേഷ വിധാനമാണെങ്കിൽ പോലും ഒരു പൊട്ടെങ്കിലും ഉണ്ടാകും, നെറ്റിയിൽ ഒരു പൊട്ടെങ്കിലും വെച്ച് അത് സ്ത്രീയെ കാണിക്കുമായിരുന്നു. പക്ഷെ മോഹൻലാലിന്റെ ഈ ഒരു പരസ്യത്തിൽ അദ്ദേഹത്തിന് ഇതുപോലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും ഇല്ല. ആ ഒരു സ്ത്രൈണതയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകും മോഹൻലാൽ, അദ്ദേഹത്തിന്റെ കണ്ണിലുള്ള തിളക്കം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എന്താണ് അതിൽ പറയാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ജോർജ് സാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ മോഹൻലാലിന്റെ ഇവരുടെ രണ്ടുപേരുടെയും കഴിവ് ഏറ്റവും അപാരം തന്നെയാണ്. ഇപ്പോ ഈ ഒരു പരസ്യം കണ്ട സമയത്ത് എന്റെ മനസ്സിൽ വന്നത് കാതൽ സിനിമ ഇറങ്ങിയ സമയത്ത് മമ്മൂട്ടി ആരാധകര് കുറച്ച് ആളുകൾ പറഞ്ഞൊരു വാക്കായിരുന്നു,
ഉണ്ടായിരുന്നു. മമ്മൂട്ടി ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ചെയ്തു, മമ്മൂട്ടി ഈ ഒരു ഗേ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നു, ഇതുപോലെ മോഹൻലാൽ അഭിനയിക്കില്ല, അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെ സാധിക്കുമോ എന്ന് ചോദിച്ച ഒരുപാട് മമ്മൂട്ടി ഫാൻസ് ഉണ്ടായിരുന്നു, മമ്മൂട്ടി ആരാധകരുണ്ടായിരുന്നു. അവരുടെയൊക്കെ വാടിപ്പിച്ചുകൊണ്ടാണ് ഈ മോഹൻലാലിന്റെ ഇപ്പൊ ഇറങ്ങിയ ഒരു പരസ്യം വന്നിട്ടുള്ളത്. അല്ല, പുതിയ കാലത്തേക്ക് വരുമ്പോഴാണ് ഇവരെല്ലാം ഇതിന് തയ്യാറാക്കുന്നത്. ഇതിന് മുമ്പോട്ടുള്ളൊരു കാലഘട്ടമായിരുന്നെങ്കിൽ ഇവരാരും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. അതെ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ആണെങ്കിൽ പോലും, ഇതേപോലുള്ള പരസ്യങ്ങളിലൂടെ ആണെങ്കിൽ പോലും ഇപ്പം പരസ്യങ്ങൾ തന്നെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ആഭരണങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അത്രയും സുന്ദരിയായിട്ടുള്ള സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങിയിട്ടിരുന്ന ഒരു പരസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതെ, കോട്ട് അല്ലെങ്കിൽ ഒരു ഷർട്ട് ധരിച്ച് അത് ബട്ടൺ തുറന്നിട്ടിട്ട് അതിനകത്ത് ആഭരണം ധരിച്ചുകൊണ്ട് കാണിക്കുന്നതൊക്കെ കറക്റ്റ് ഒരു ഡയറക്റ്റ് ബ്രില്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോയിട്ടുള്ളത്. ആ ഒരു സംഗീതമാണെങ്കിലും നമുക്കത് വ്യക്തമായി കേട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരിക്കലും സ്ത്രീയെ അല്ല അതിൽ പുകഴ്ത്തി പറയുന്നത്, പുരുഷനെ പുകഴ്ത്തിക്കൊണ്ടാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും വരുന്നത്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ആ ഒരു ആഭരണത്തെ കാണിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു മോഡൽ അത് ധരിക്കും, അതുമായിട്ട് സ്വാഭാവികമായിട്ടൊരു സ്ക്രിപ്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും പൊതുവെ വരുന്നത് പോലെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് മോഹൻലാൽ അത് ധരിച്ചുകൊണ്ട് ആ ഒരു നൃത്ത ചുവടുകൾ വെക്കുന്ന സമയത്ത് കാലിന്റെയും കൈയിന്റെയും കണ്ണിന്റെയും മുഖഭാവങ്ങളുടെയൊക്കെ ആ ഒരു മൂവ്മെന്റ് നമുക്കൊക്കെ ഒരിക്കലും വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ കണ്ണ് മാറ്റാതെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു രീതി. പിന്നീട് ആ ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് അതിൽ നിന്നും മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് ചർച്ചയാക്കാൻ വരെ, അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ അത് അത്രത്തോളം സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം അതിൽ തന്നെ പറയുന്ന ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എന്താണ് ഇത് എന്ന് തിരിച്ചറിയിക്കാനുള്ള, അല്ലെങ്കിൽ പഠനം നടത്താനുള്ള വിഷയമായിട്ട് ഇട്ടു കൊടുത്തിരിക്കുകയാണ്. ചില പരസ്യങ്ങൾ അങ്ങനെയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയും സിനിമ സമൂഹത്തെ സ്വാധീനിക്കും, അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്തും സമൂഹത്തെ സ്വാധീനിക്കും. അതേപോലെ തന്നെ ഒരു വിഷയമാണ് ഇത് മോഹൻലാൽ അത്ര മനോഹരമായിട്ടാണ് ഈ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. സമൂഹം തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ നൽകുന്നുണ്ട്. അത് പോസിറ്റീവായി എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരു കൂട്ടം ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. എന്ത് തന്നെയാണെങ്കിലും സമൂഹത്തിന്റെ ഒരു മാറ്റത്തിനുള്ളൊരു തുടക്കമാണിത്.